പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് തമ്പാനൂരിലെ ഇന്ത്യൻ കോഫി ഹൗസ് അടച്ചിടാൻ തീരുമാനം. ക്യാന്റീൻ മാനേജർ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് കത്ത് നൽകി. ഗ്യാസ് ലഭ്യമായില്ലെങ്കിൽ അടച്ചിടേണ്ടി വരുമെന്ന് കത്തിൽ KSRTCയുടെ നിയന്ത്രണത്തിലാണ് കോഫി ഹൗസ് പ്രവർത്തിക്കുന്നത്. ചന്തു ചന്ദ്രശേഖർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ചന്തു, പാചകവാതക പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ഇപ്പോഴത്തെ തിരുവനന്തപുരത്തെ ഐക്കോണിക് ഇന്ത്യൻ കോഫി ഹൗസ് അടച്ചിടാൻ ഒരുങ്ങുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുപരിചിതമാണ് ഈ ബസ് സ്റ്റാൻഡിനോട് ചേർന്നിരിക്കുന്ന ഇന്ത്യൻ കോഫി ഹൗസ്. ഒരുമാതിരിപ്പെട്ട യാത്രക്കാരെല്ലാം തിരുവനന്തപുരത്ത് എത്തിയാൽ കോഫി ഹൗസിൽ നിന്നും ഭക്ഷണം കഴിച്ചായിരിക്കും മടങ്ങുക. കാരണം ഏറ്റവും അടുത്ത് യാത്രക്കാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും വന്ന് ഭക്ഷണം കഴിക്കാൻ എളുപ്പമുള്ള ഒരു ഇടം കൂടിയാണ് ഈ കോഫി ഹൗസ്. അതാണ് നാളെ മുതൽ ഈ പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് അടച്ചിടാൻ പോകുന്നു എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ക്യാന്റീൻ മാനേജർ ഇപ്പോൾ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്കാണ് കത്ത് നൽകിയിരിക്കുന്നത്. കാരണം പ്രതിസന്ധി രൂക്ഷമാണ്. ഗ്യാസ് കിട്ടിയില്ല എങ്കിൽ നാളെ മുതൽ ഒട്ടും പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ക്യാന്റീൻ മാനേജർ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് കത്ത് നൽകിയത്. ഈ കത്ത് താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ കൈമാറിയിട്ടുണ്ട്. അടിയന്തരമായി തന്നെ പാചകവാതകം ലഭ്യമാക്കണം, അല്ലെങ്കിൽ ഇന്ത്യൻ കോഫി ഹൗസ് നാളെ മുതൽ പ്രവർത്തിക്കില്ല എന്നാണ് ഈ കത്തിൽ പറയുന്നത്. എന്തായാലും സപ്ലൈ ഓഫീസറുടെ തീരുമാനമനുസരിച്ച് ഈ ഗ്യാസ് സിലിണ്ടർ ലഭ്യമായാൽ നാളെ പ്രവർത്തിക്കും, അല്ലെങ്കിൽ അടച്ചിടാനാണ് നിലവിലെ തീരുമാനം. ഈ ഗാർഹിക ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും വാണിജ്യ സിലിണ്ടറുകൾ കിട്ടാനില്ല. രൂക്ഷമായ പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത്. എന്തായാലും ഇന്ത്യൻ കോഫി ഹൗസ് പൂട്ടിയിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ തിരുവനന്തപുരം നഗരത്തിൽ എത്തുന്ന ഒരു യാത്രക്കാർക്ക് തീർച്ചയായിട്ടും അത് വളരെ ബുദ്ധിമുട്ടിലാക്കുന്ന കാര്യമായിരിക്കും. സരിക.